നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. കോവിഡിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മികച്ച ജീവിത നിലവാരം, മികച്ച വിദ്യാഭ്യാസം, മികച്ച കരിയർ എന്നിങ്ങനെയാണ് ആളുകൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരു നല്ല ജീവിതം സെറ്റാക്കാൻ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്നത് US പോലെയുള്ള വികസിത രാജ്യങ്ങളാണ്. പലപ്പോഴും ആളുകൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും US എത്തിപ്പെടുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ കുടിയേറ്റ നിയമങ്ങളും വളരെ ശക്തമാണ്. US എത്തിപ്പെടാൻ പലരും സ്വീകരിച്ച മാർഗങ്ങളും പലരുടെയും അനുഭവ കഥകളും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലെ ജീവനക്കാരിയായ സിന്ധു മഹാദേവന്റെ കുടിയേറ്റ കഥയാണ്. എന്താണ് സിന്ധുവിന്റെ കഥ? നമുക്ക് നോക്കാം. സിന്ധു മഹാദേവൻ പറയുന്നത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ US കുടിയേറ്റ യാത്രകൾ പലപ്പോഴും വളരെ ലളിതമായി തോന്നും. കഠിനാധ്വാനവും വിദ്യാഭ്യാസവും വിജയം ഉറപ്പാക്കാമെന്ന വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് നിരവധി വിദ്യാർത്ഥികളും വിദഗ്ധ തൊഴിലാളികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പല കുടിയേറ്റക്കാരും അവിടെ എത്തിയതിനു ശേഷമാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. US ഒരു നല്ല സർവകലാശാലയിൽ അഡ്മിഷൻ നേടുക, സ്റ്റുഡന്റ് വിസ സ്വന്തമാക്കുക, പഠനം പൂർത്തിയാക്കി ജോലി കണ്ടെത്തുക, ഇത്രയും ചെയ്താൽ ജീവിതം സുരക്ഷിതമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സിന്ധു ഇതിനെ വിശേഷിപ്പിക്കുന്നത് മഞ്ഞുമൂടിയ ഒരു മലയുടെ മുകളിലൂടെയുള്ള നടത്തം എന്നാണ്. കൃത്യമായ ദിശാസൂചകങ്ങൾ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഏത് നിമിഷവും വഴിതെറ്റാവുന്ന അവസ്ഥ. 3 ഘട്ടമായിട്ടാണ് സിന്ധു തന്റെ US കുടിയേറ്റത്തെ തരംതിരിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു നല്ല സ്കൂളിൽ പ്രവേശനം നേടിയെടുക്കുക, പിന്നീട് അത് വെച്ച് US വിദ്യാർത്ഥി വിസ സ്വന്തമാക്കുക, അവിടെ എത്തി നന്നായി പഠിക്കുക. അടുത്ത ഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കി ഒരു തൊഴിൽ വിസ നേടുക, ശേഷം നല്ല കുടിയേറ്റക്കാരനാണെന്ന് എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കുക, അഭിനന്ദനം നേടിയെടുക്കുക. എന്നാൽ US ലക്ഷ്യമാക്കിയുള്ള പാതയിൽ പ്രവേശിച്ചതിന് ശേഷം യാത്ര പ്രതീക്ഷിച്ചതിലും വളരെ കഠിനമായി തോന്നിയെന്നാണ് സിന്ധു പറയുന്നത്. തന്റെ കരിയറിലെ മികച്ച 10 വർഷങ്ങളാണ് US വിസയുമായി ബന്ധപ്പെട്ട് നഷ്ടമായത് എന്നാണ് സിന്ധു പറഞ്ഞത്. കൂടാതെ വർക്ക് പെർമിറ്റ് ലഭിക്കാനുണ്ടായ അമിതമായ കാലതാമസം ജോലിയെ ബാധിച്ചു. സയൻസ് ടെക്നോളജി വിദ്യാർത്ഥികൾക്കായുള്ള ഒപ്റ്റിക്കൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വിസ റദ്ദാക്കപ്പെടുമോ എന്ന പേടിയിൽ വർഷങ്ങളോളം കഴിഞ്ഞു. 2 തവണ ശ്രമിച്ചിട്ടും H1B വിസ ലോട്ടറിയിൽ പേരുണ്ടായില്ല എന്നതും മാനസികമായി തളർത്തിയെന്നും സിന്ധു പറയുന്നു. US പ്രതിസന്ധികൾ കാരണം സിന്ധു കാനഡയിലേക്ക് മാറാൻ തീരുമാനിച്ചു. എന്നാൽ കോവിഡ് മൂലം അവിടെയും 1 വർഷത്തോളം കാലതാമസം നേരിട്ടു എന്നാണ് സിന്ധു പറയുന്നത്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും സിന്ധു ഓർമ്മപ്പെടുത്തുന്നു. കുടിയേറ്റ രംഗത്ത് നമ്മൾ സാധാരണയായി ആശ്രയിക്കുന്നത് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആണ്. എന്നാൽ 8-10 വർഷം മുമ്പ് കുടിയേറിയവരുടെ ഉപദേശങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ല എന്നാണ് സിന്ധു പറയുന്നത്. ഞാൻ തനിയെ ചെയ്തതാണ്, നീയും അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നവർ ഇന്നത്തെ US നിയമവ്യവസ്ഥയെക്കുറിച്ചോ മാറുന്ന വിസ നിയമങ്ങളെക്കുറിച്ചോ ബോധവാന്മാരല്ല എന്നാണ് സിന്ധുവിന്റെ നിലപാട്. കൃത്യമായ അറിവില്ലാത്തവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുമെന്നും സിന്ധു പറയുന്നു. പല കുടിയേറ്റക്കാരും തങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ധാരണയില്ലാത്തവരാണ്. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പലരും നിയമസഹായം തേടുന്നത്. കുടിയേറ്റ സംവിധാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അറിവില്ലാത്ത ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് പലരിലും ഉണ്ടെന്ന് സിന്ധു പറയുന്നു. വിദേശ കുടിയേറ്റം എന്നത് കേവലം ഒരു വിമാന ടിക്കറ്റിലോ ഒരു വിസ സ്റ്റാമ്പിങ്ങിലോ അവസാനിക്കുന്ന ഒന്നല്ല. നിയമപരമായ സങ്കീർണതകൾ ഓരോ ഘട്ടത്തിലും നമ്മെ വേട്ടയാടാം എന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണമെന്ന് പറഞ്ഞാണ് സിന്ധു പോസ്റ്റ് നിർത്തുന്നത്. US പോകാൻ നിൽക്കുന്നവർ അവിടെയുള്ളവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.